കുറേ നാൾ മുമ്പ് പ്ലാൻ ചെയ്ത കാര്യമാണ് പൊന്നുവിന്റെ ബർത്ത്ഡേക്ക് റിസോർട്ടിൽ സ്റ്റേ ചെയ്യാന്നുള്ളത്. പക്ഷെ തീരുമാനമൊക്കെ മുമ്പേ എടുത്തെങ്കിലും ഓരോരുത്തരുടെ ഡ്യൂട്ടിയുടെ വ്യത്യാസം കാരണം ഞങ്ങൾ അവിടെ എത്തിയത് ഏകദേശം പുലർച്ചെ 12 മണിക്കാട്ടോ. എത്തിയത് 12 മണിക്ക് ആയതുകൊണ്ട് തന്നെ ഇനി ഉറങ്ങാൻ വലിയ ടൈമൊന്നും ഇല്ലാന്ന് അറിയാവുന്നതുകൊണ്ട് എല്ലാരും കൂടെ ഒരു റൂമിലേക്ക് പോയി. അവിടെയാണെങ്കിൽ AC ഇടാതെ പോലും നല്ല തണുപ്പും മഞ്ഞുമായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ചൂട് കൊണ്ട് മരിക്കുകയാണ് ആൾക്കാർ. ആ സമയത്താണ് അവിടെ അത്രയും തണുപ്പുള്ള കേട്ടോ. ഞങ്ങളാണെങ്കിൽ ആ തണുപ്പ് സഹിക്കാൻ പറ്റാതെ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു. ഈ പാതിരാത്രിക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചത് കേക്ക് കട്ടിയാനുള്ള ഒരു ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കേക്ക് കട്ടിക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു കിടന്നുറങ്ങാന്ന്. പക്ഷെ പിന്നെയാണ് ചിന്തിച്ചത്, ഇത്ര അടിപൊളി ഒരു സ്ഥലത്ത് വന്നിട്ട് വെറുതെ കിടന്നുറങ്ങിയിട്ട് ടൈം പോക്കാതെ എപ്പോഴും ഓർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാന്ന്. അങ്ങനെ ഞങ്ങൾ എടുത്ത വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊന്ന് കയറി നോക്കിയാൽ മതി. എന്താണെങ്കിലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ബെഡൊക്കെ നിർത്തിയിട്ട് പുതപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും കിടന്നത്. അവരെല്ലാവരും ബെഡൊക്കെ സെറ്റ് ചെയ്ത് ഒരുമിച്ച് കിടന്ന സമയത്ത് ഞാനും സച്ചിനേട്ടനും മോളും കൂടെ ഈ ഒരു ചില്ലും കൂട്ടിലാട്ടോ കിടന്നത്. എനിക്കാണെങ്കിൽ മനസ്സിന് സന്തോഷമുള്ള സമയത്ത് ഉറക്കം വരികയില്ല. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ എണീറ്റു. പുറത്ത് നല്ല മഞ്ഞുണ്ടെങ്കിൽ പോലും വേറെ ആരും എണീക്കാത്തോണ്ട് അവരൊക്കെ എണീറ്റ് റെഡിയായി വരുന്നത് വരെ ഞാൻ ഈ ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിന്നു. പിന്നെ അവരൊക്കെ എണീറ്റ് ഫ്രഷായി വന്നിട്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയി. അടിപൊളി വെള്ളാപ്പവും കടലക്കറിയും ബൂരിയും ബാജിയും കട്ട് ഫ്രൂട്ട്സും ബ്രെഡും ജാമും മുട്ടയും എല്ലാം കൂടെ ഒരു അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്താണ് കഴിച്ചത്. അങ്ങനെ ഒരു വിധത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് റൂമിൽ വന്നിട്ട് കുറേ സമയം ഫോട്ടോഷൂട്ട് തന്നെ ആയിരുന്നു. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പോകാനുള്ള സമയം അടുത്ത് വരുന്നു എന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ നേരെ പൂളിലേക്ക് പോയി. അവിടുത്തെ കാര്യം പിന്നെ പറയണ്ട, ഫുൾ കോമഡിയോട് കോമഡിയാണ്. ഞാനാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാതെ ഇങ്ങനെ നിൽക്കായിരുന്നു. പക്ഷെ എല്ലാം കൂടെ പിടിച്ചെന്നെ വെള്ളത്തിലിട്ടു. പിന്നെ കുറേ സമയം അവിടെ തന്നെ കളിക്കായിരുന്നു. അങ്ങനെ കളിക്കുകയൊക്കെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് ഫുഡോടെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ലിങ്ക് മോളായിട്ട് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ലവ് യു ഓൾ.